സ്പിരിച്വൽ എനർജി ഡെവലപ്പ് ചെയ്യാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആക്സെപ്റ്റ് ദ ചലഞ്ച്. ഈ എനർജി നിങ്ങൾ നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കണം. ഏത് തരത്തിലുള്ള ചലഞ്ച് നിങ്ങൾ സെറ്റ് ചെയ്താലും അത് മേ ബി നോ ഫാപ്പ് ചലഞ്ച് ആവാം, ഡിസിപ്ലിൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചലഞ്ച് ആവാം, അല്ലെങ്കിൽ ആങ്കർ മാനേജ്മെൻറ്റും ആവാം. ഏതാണെങ്കിലും ശരി, ആ ചലഞ്ചിൻ്റെ ഉദ്ദേശം സെൻസസിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കരുത്, മറിച്ച് സെൻസസിനെ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കണം. സ്പിരിച്വൽ എനർജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, തേജസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫൈറ്റിംഗ് ചലഞ്ചിൽ ആണ്. ഫൈറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ എനർജിയാണ് നിങ്ങളെ സ്ട്രോങ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലാതെ കൺട്രോൾ ഓർ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോഴല്ല നിങ്ങൾ സ്ട്രോങ് ആവുന്നത്. ഉള്ളിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് എനർജിക്ക് മാത്രമേ ഏതൊരു ഗോളിനെയും നശിപ്പിക്കാൻ പറ്റൂ. നിങ്ങളുടെ ഗോൾ മാസ്റ്റർബേഷൻ ആണെങ്കിൽ കൺട്രോൾ ചെയ്തോ സപ്രസ് ചെയ്തോ അതിനെ നിങ്ങൾക്ക് ഡിസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഫൈറ്റിംഗ് എനർജി അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എനർജിക്ക് അതിനെ ഇല്ലാതാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചലഞ്ചായി പറയുന്നത്. ഓരോ ചലഞ്ചിലും പാസ്സാവാൻ നിങ്ങളുടെ ഉള്ളിൽ ഫൈറ്റിംഗ് സ്കില്ല് വേണം. അതുകൊണ്ട് ഏത് ചലഞ്ചും ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫൈറ്റ് ചെയ്യാനുള്ള സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനാണ്. പലരും ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത ശേഷം അതിൽ സറണ്ടർ ആവും, അല്ലെങ്കിൽ ടാസ്കിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെടുക്കുന്ന ഓരോ ടാസ്കും ഇൻകംപ്ലീറ്റ് ആവുന്ന പോലെയാണ്. അത് ശരിക്കും കംപ്ലീറ്റ് ആവാതെയാണ് നിങ്ങൾ അടുത്ത ടാസ്കിലേക്ക് ചാടുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഫീൽ കൊണ്ടുവരുന്ന പോലെയാണ് നിങ്ങൾ ഓരോ ടാസ്കും ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫൈനൽ ടാസ്ക് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവാത്ത എല്ലാ ടാസ്കും നിങ്ങൾ മുന്നിൽ വന്ന് നിൽക്കും. അപ്പോഴാണ് പലരും തനിക്ക് ഈ ചലഞ്ച് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് പറയാറുള്ളത്, അല്ലെങ്കിൽ 10-12 ദിവസത്തിനുള്ളിൽ തന്നെ ചലഞ്ചിൽ നിന്ന് വിഡ്രോ ആവുന്നത്. ഇതെല്ലാം ഉണ്ടാവുന്നത് ആ ഫൈറ്റിംഗ് സ്കില്ലിൽ അവർ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ, ആരെങ്കിലും നിങ്ങളെ പഞ്ഞി വെച്ച് എറിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കുമോ? എത്ര ഡിസ്റ്റൻസ് നിന്ന് എറിഞ്ഞാലും വേദനിക്കില്ല, അല്ലേ? അതേസമയം ഒരു കല്ല് വെച്ച് എറിഞ്ഞാലോ നന്നായി വേദനിക്കും, അല്ലേ? അങ്ങനെയുള്ള വേദനയാണ് നമ്മൾ സെൻസസിന് കൊടുക്കേണ്ടത്. 90 ദിവസം ചലഞ്ചിൽ മാസ്റ്റർബേറ്റ് ചെയ്യാതെ അങ്ങനെയുള്ള തോട്ട്സ് വരുമ്പോൾ പെട്ടെന്ന് വേറൊരു ഡിസ്ട്രാക്ഷനിലേക്ക് പോകുന്നത് നിങ്ങൾ ആ ചിന്തയിൽ പഞ്ഞി എറിയുന്ന പോലെയാണ്. അതേസമയം ആ ചിന്ത വരുമ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇത്രയും പവർഫുള്ളായ എൻ്റെ എനർജിയെ ഞാൻ എന്തിന് ഇങ്ങനെ വേസ്റ്റ് ചെയ്യണം? എന്തുകൊണ്ട് ഈ എനർജിയെ പ്രിസർവ് ചെയ്ത് വേറൊരു പ്രൊഡക്റ്റീവ് കാര്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൂടാ? എന്തുകൊണ്ടാണ് ഞാൻ റിയൽ സെക്ഷൽ കോൺടാക്റ്റിന് സ്ഥാനത്ത് മാസ്റ്റർബേഷനിൽ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് നിങ്ങൾ ആ ചിന്തയിൽ കല്ലെറിയുന്നത്. ഇതെല്ലാം നടക്കാത്ത കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പഞ്ഞി എറിയാൻ തുടങ്ങി എന്നർത്ഥം. അതിനുശേഷം ഏതൊരു ചലഞ്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാ ടാസ്കും ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലെയായിരിക്കും. നിങ്ങൾക്ക് കല്ലെറിയാൻ ശക്തി തരുന്നത് സെമൻ റിട്ടൻഷൻ തന്നെയാണ്. രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പലരും ഇതിൽ തുടക്കത്തിൽ തന്നെ ഫെയിൽ ആവുന്നത്. കാരണം അവരുടെ ഉള്ളിൽ സെക്ഷൽ എനർജി സ്റ്റോർഡ് അല്ല. അത് കാരണം അവരുടെ തേജസ്സിന് ഒരു പവറും ഉണ്ടാവില്ല. സോ മൈൻഡും ഷാർപ്പല്ല. മൈൻഡ് ഷാർപ്പാണെങ്കിൽ മാത്രമേ നമുക്ക് ഫൈറ്റിംഗ് സ്കിൽ ഉണ്ടാവുള്ളൂ. ചലഞ്ച് തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ഇതെല്ലാമാണ്. ഇങ്ങനെ വേണം നിങ്ങൾ ചലഞ്ചിൽ മുന്നോട്ട് പോകാൻ. ഈ ഒരു റൂള് വെച്ച്, ഇക്വേഷൻ വെച്ച് നിങ്ങൾ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്താൽ അതിനുശേഷം ഡെവലപ്പ് ആവുന്ന സ്പിരിച്വൽ എനർജി ആയിരിക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നത്തെയും നേരിടുന്നത്. സെമൻ, അതായത് ബീജം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്താണ്. ഇതിനെ യോഗിക് ഭാഷയിൽ വീര്യം എന്ന് പറയും. ഒരു പുരുഷൻ്റെ ശക്തി, ജീവിതത്തെ നേരിടാനുള്ള കരുത്ത്, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധി, ഏത് പ്രശ്നത്തെ മനസ്സിലാക്കി അത് ഓവർകം ചെയ്യാനുള്ള മനഃശക്തി, ഇതെല്ലാം അയാളുടെ ഉള്ളിലുള്ള ഈ ബീജമാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പവർഫുൾ കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മളിൽ പലരും ആ പവർഫുൾ എനർജിയെ വളരെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി വേസ്റ്റാക്കി കളയുന്നു. യോഗിക് പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ നമ്മുടെ 7 ചക്രാസിൽ ഏറ്റവും താഴെയുള്ള ചക്രയാണ് മൂലധാര ചക്ര. ഇത് ഭൂമിയുമായി അതിൻ്റെ മാഗ്നറ്റിസമായി കണക്റ്റഡ് ആണ്. ഇത് തന്നെയാണ് സെക്ഷൽ എനർജി ഡെവലപ്പ് ചെയ്യുന്ന സ്പിരിച്വൽ ഫോം. അതുകൊണ്ട് തന്നെ ഇതുവഴി ഡെവലപ്പ് ആവുന്ന സെക്ഷൽ എനർജി നമ്മളെ ഭൂമി റൂട്ടഡായി ഇരിക്കുന്ന പോലെ ശക്തമായി ഇരിക്കാനുള്ള ഊർജം തരുന്നത്. യോഗിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് പലരും സെക്ഷൽ എനർജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാസ്റ്റർബേഷൻ്റെ പ്രോസസ്സ് ഫോളോ ചെയ്യാറുണ്ട്. എന്നാൽ ഇജാക്കുലേഷൻ നടത്തില്ല. കാരണം അവരുടെ ഉദ്ദേശം ആ എനർജി ബിൽഡ് ചെയ്യാൻ മാത്രമാണ്, അല്ലാതെ അവസാനം വരുന്ന ആ പ്ലഷറിന് വേണ്ടിയല്ല. പക്ഷേ ഈ എനർജിയെ എങ്ങനെ ഇജാക്കുലേറ്റ് ചെയ്യാതെ വെറും ഡെവലപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യണം എന്ന കാര്യമാണ് പലർക്കും അറിയാത്ത ഒന്ന്. അവിടെയാണ് ഒരു ഗുരു അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ റോൾ വരുന്നത്. ശരീരത്തിന് എത്രത്തോളം സെക്ഷൽ എനർജി വേണം, അതെങ്ങനെ ബിൽഡ് ചെയ്യണം, സെക്ഷൽ എനർജിയെ എങ്ങനെ ഹെൽത്തിയായി മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെയാണ് ഇജാക്കുലേഷനിൽ ഫോക്കസ് ചെയ്യാതെ ഈ എനർജിയെ പ്രിസർവ് ചെയ്യാൻ ഫോക്കസ് ചെയ്യേണ്ടത്,
അങ്ങനെയുള്ള എല്ലാ അറിവും ഒരു മെൻറ്ററിനോ ഗുരുവിനോ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റൂ. മാസ്റ്റർബേഷൻ പ്രാക്ടീസിൽ അഡിക്റ്റഡ് ആവുന്ന പലരും കല്യാണത്തിന് ശേഷം സെക്സ് ലൈഫിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും ഈ എനർജി പ്രിസർവ് ചെയ്യുന്നതിൻ്റെ പകരം കുറേ കാലമായി ഇജാക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഈ ഒരൊറ്റ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ക്ഷണിച്ചു വരുന്നത്. ഇത് എങ്ങനെ പോസിറ്റീവായി ബിൽഡ് ചെയ്ത് ജീവിതത്തിൽ സന്തോഷമായി ഇരിക്കണമെന്ന് പഠിക്കാൻ ഞങ്ങൾ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. സ്പിരിച്വൽ പ്രോസസ് വഴി എങ്ങനെ എനർജിയെ സ്റ്റോർ ചെയ്ത് സാറ്റിസ്ഫാക്ഷനോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാൻ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് ത്രൂ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി ആൻഡ് പ്രൈവസി സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഡോണ്ട് വറി, കോൺടാക്ട് അസ്. സോ ബാക്ക് ടു അവർ ടോപ്പിക്. യോഗ പ്രിൻസിപ്പിൾ മൂലധാര ചക്ര ഡെവലപ്പ് ചെയ്യാൻ സെക്ഷുവൽ എനർജി ബിൽഡ് ചെയ്യണം. പക്ഷേ സെക്ഷുവൽ എനർജി ബിൽഡ് ചെയ്യണമെങ്കിൽ ഇജാക്കുലേഷൻ ചെയ്യാൻ പാടില്ല. ഇതാണ് ഇക്വേഷൻ. സെക്സിൻ്റെ ആസ്പെക്റ്റ് എടുത്താൽ സെക്ഷുവൽ എനർജി എന്ന് പറയുന്നത് വെറും ഇജാക്കുലേഷന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് അത് ഹോൾ സെക്ഷുവൽ ആക്ടിവിറ്റീസിന് ആവശ്യമുള്ള റൂട്ട് എനർജിയാണ്. ഒരു വ്യക്തി മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിൽ അഡിക്റ്റഡ് ആയാൽ അവൻ ആ ഇജാക്കുലേഷനിലായിരിക്കും പിന്നെ എക്സ്പേർട്ടായി മാറുന്നത്, അല്ലാതെ സെക്ഷുവൽ പെർഫോമൻസിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും പ്രീമെച്യൂർ ഇജാക്കുലേഷൻ ഫേസ് ചെയ്യുന്നത്. ബിക്കോസ് അവരുടെ ശരീരവും ബ്രെയിനും ട്രെയിൻഡ് ആയിരിക്കുന്ന ഫൈനൽ റിസൾട്ട്, അതായത് റിലീസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ, സെക്ഷലി ഒരു പാർട്ണർ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ പാർട്ണറുടെ സെക്ഷൽ ഹാപ്പിനെസ് ഒബ്വിയസ്ലി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിയുടെ ഫൗണ്ടേഷനാണ് ഈ എനർജി സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൽ എനർജിയെ സ്റ്റോർ ചെയ്യുമ്പോഴാണ് ബ്രെയിനിൽ തേജസ് ഫോം ആവുന്നത്, അതായത് ബ്രൈറ്റ് എനർജി, ചാർജ്ഡ് ഇലക്ട്രിസിറ്റി. ഈ എനർജിയാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന സൂപ്പർ പവർ. സിമ്പിളായി പറഞ്ഞാൽ, ഒരു ഓർഡിനറി മാൻ എക്സ്ട്രാ ഓർഡിനറി മാൻ ആയിട്ടുണ്ടെങ്കിൽ അവൻ ഈ സീക്രട്ട് വെപ്പൺ 100% ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിയാനാണ് നമ്മൾ യോഗ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് പോലെയുള്ള ടൂൾസ് എല്ലാം യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇങ്ങനെയുള്ള മെത്തേഡ്സ് വഴി മാത്രമേ നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ എനർജി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ. ഈ എനർജിക്ക് മാത്രമേ ഏതൊരു അഡിക്ഷനെയും വേരോടെ എടുത്തു കളയാൻ പറ്റൂ. ഇതെല്ലാം ഏൻഷ്യൻ ടെക്നിക്സ് ആണ്. ഇങ്ങനെ നിങ്ങൾ സെക്ഷൽ എനർജിയെ മാനേജ് ചെയ്യാൻ തുടങ്ങിയാൽ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരേ ഒരു പവർഫുൾ കാര്യമാണ്: മൈൻഡിൻ്റെ ഷാർപ്പ്നെസ്. ഷാർപ്പായ ഒരു മൈൻഡ് ഒരിക്കലും നിങ്ങളെ അൺപ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ പ്രൊവോക്ക് ചെയ്യില്ല. മാസ്റ്റർബേഷൻ സ്ത്രീകൾക്കും നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. അവർ ഓവറായി അതിൽ ഇൻഡൽജ് ആകുമ്പോഴാണ് പീരിയഡ് സമയങ്ങളിൽ കുറച്ചുകൂടി പെയിൻ ആൻഡ് ടയർഡ്നെസ് അവർ ഫീൽ ചെയ്യുന്നത്. കൂടാതെ അത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റമിൻ്റെ ഫംഗ്ഷനെയും ബാധിക്കും. ചില സിറ്റുവേഷൻസിൽ ഇൻഫെർട്ടിലിറ്റി കണ്ടീഷൻ പോലെ ഉണ്ടാവും. പുരുഷന്മാർക്ക് ഓവർ മാസ്റ്റർബേഷൻ ഇൻഡിസിസീവ് ആവാൻ കാരണമാവുമെങ്കിൽ സ്ത്രീകൾക്കത് ഇൻജസ്റ്റിസ് ഫീലിങ്സ് ആണ് കൊണ്ടുവരുന്നത്. തനിക്കത് ശരിയായി തോന്നിയില്ല, ഈ സംഭവിക്കുന്നത് ശരിയല്ല എന്നുപോലെയുള്ള ഇമോഷൻസ് അവർക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മാസ്റ്റർബേഷൻ കാരണം പ്രശ്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ത്രീകൾക്കും യോഗ ആൻഡ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ആ പ്രാക്ടീസ് അവരുടെ ഉള്ളിൽ തേജസ് ഡെവലപ്പ് ചെയ്യും. ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് അവരുടെ മൈൻഡിനെ ഷാർപ്പാക്കും. സെമൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡി എന്തെങ്കിലും ഷോക്ക് അല്ലെങ്കിൽ അസുഖം എക്സ്പീരിയൻസ് ചെയ്താൽ കുറയാൻ തുടങ്ങും. പക്ഷേ തേജസ് അങ്ങനെയല്ല, ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ്. സയൻറ്റിഫിക് ആസ്പെക്റ്റിൽ പറയുമ്പോൾ സെമൻ ഒരു വോൾട്ടേജാണ്, എനർജിയാണ്. എന്നാൽ തേജസ് എനർജി ഫീൽഡാണ്. ഫോർ എക്സാമ്പിൾ, 2 മാഗ്നറ്റ് ഒന്നിച്ച് വരുമ്പോൾ അത് പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്നത് ആ മാഗ്നറ്റിൻ്റെ എനർജിയാണ്. പക്ഷേ ആ അട്രാക്ഷനെ ഉണ്ടാക്കുന്ന ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ എനർജി ഫീൽഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എനർജി ഫീൽഡാണ് തേജസ്. ഇത് പവർഫുള്ളായ സ്പിരിച്വലായ എനർജി ഫീൽഡാണ്. ഇനി സൈക്കോളജി ആസ്പെക്റ്റിൽ പറഞ്ഞാൽ, ഒരാളുടെ ഉള്ളിൽ തേജസ് ഹൈ ആണെങ്കിൽ അവർ ഹൈലി ആക്റ്റീവായ വ്യക്തിയായിരിക്കും. പക്ഷേ തേജസ് വളരെ കുറവാണെങ്കിൽ ഡിപ്രഷൻ ഇഷ്യൂ ഉള്ള ആളായിരിക്കും. സെക്ഷുവൽ എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാനും സ്റ്റോർ ചെയ്യാനും നമ്മുടെ ശരീരം നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ആ പ്രോസസ്സിന് വേണ്ടി സെമൻ ഡെവലപ്പ് ആവാൻ വലിയൊരു എമൗണ്ട് ഓഫ് കാലറീസാണ് ശരീരം യൂസ് ചെയ്യുന്നത്. അത്രയും എനർജി ഉപയോഗിച്ച് ക്രിയേറ്റ് ആവുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മാസ്റ്റർബേഷൻ്റെ രൂപത്തിൽ വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കെയർലെസ്സായി നമ്മൾ ഈ എനർജി കളയാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ കണ്ടീഷൻ, റിലേഷൻഷിപ്സ്, ടൈം മാനേജ്മെൻറ്റ്, ഇഫക്റ്റീവ്നെസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അത് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും കേട്ട ഒന്നായിരിക്കും. നോഫാപ്പ് അല്ലെങ്കിൽ സെമൻ റിട്ടൻഷൻ ഫോളോ ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ തുടങ്ങുമെന്ന സ്റ്റേറ്റ്മെൻറ്റ് പരിചിതമായ കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ ഡീപ്പ് വേർഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം വൈ എന്താണ്, അതിനുശേഷം നമ്മൾ അതിൻ്റെ ഹൗ നോക്കും, ആൻഡ് ഫൈനലി നമ്മൾ വാട്ട് എക്സ്പ്ലോർ ചെയ്യും. ഈ വീഡിയോ മൊത്തം നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ
നിങ്ങൾ 100% മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് നിർത്തും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മാസ്റ്റർബേഷൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയ്ക്കും നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾ ക്ലിയർ ആവും. ഏതൊരു വിഷയത്തിലും ക്ലാരിറ്റി വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായ തീരുമാനം എടുക്കാൻ പറ്റുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളിൽ ആ ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണണം. ലെറ്റ്സ് ബിഗിൻ. മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത് ഒരു ഡെയിലി സൈക്കിൾ പോലെയാണ്. രാവിലെ മുതൽ ഉച്ചവരെ ആയിരിക്കും ഹയസ്റ്റ് എനർജി ഉണ്ടാവുന്നത്. ഈവനിങ് ടൈം എത്തുമ്പോഴേക്കും എനർജി ലെവൽ ഡ്രെയിൻ ആവാൻ തുടങ്ങും. പിന്നെ അടുത്ത ദിവസം രാവിലെ മുതലാണ് നെക്സ്റ്റ് സൈക്കിൾ വീണ്ടും തുടങ്ങുന്നത്. സോ ആദ്യം ഈ സൈക്കിൾ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനർജി യൂട്ടിലൈസ് ചെയ്യേണ്ടത് എപ്പോഴാണ്, റെസ്റ്റ് എടുക്കേണ്ടത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണം. ടെസ്റ്റോസ്റ്റെറോൺ കിൽ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സമയം തെറ്റിയ ഉറക്കമാണ്. മാസ്കുലിനിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി കറക്റ്റായ അധികം ലേറ്റ് ആവാത്ത ഒരു സ്ലീപ്പിംഗ് ടൈം നിങ്ങൾ സെറ്റ് ചെയ്യണം. ഇതെല്ലാം നിങ്ങൾക്ക് സെക്ഷുവൽ എനർജിയെ പ്രിസർവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്യാൻ സാധിച്ചാൽ നാച്ചുറലായ മാസ്കുലിൻ എനർജി നിങ്ങളുടെ ഉള്ളിൽ റിക്രിയേറ്റ് ആവാൻ തുടങ്ങും. മാസ്കുലിനിറ്റി ബിൽഡാവും. ഉദാഹരണം പറഞ്ഞാൽ മെയിൽ എനർജിയുടെ നാച്ചുറൽ ക്വാളിറ്റിയായ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് മാസ്കുലിൻ എനർജിയായി നിങ്ങൾ ട്രാൻസ്ഫോം ആവും. സ്പിരിച്വൽ സെക്ഷുവൽ എനർജിയെ നിങ്ങളെ വെറും ഒരു ലീഡറല്ല, ഇനിയും പല ലീഡേഴ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പവർഫുൾ ലീഡറാക്കി മാറ്റും. ഈ കാലത്ത് കാണുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഫൗണ്ടേഷൻ തന്നെ വീക്കാണ്. അതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിലുള്ള വീക്ക് മാസ്കുലിൻ എനർജി തന്നെയാണ്. മാസ്കുലിൻ എനർജി പ്ലസ് സ്പിരിച്വൽ സെക്ഷുവൽ എനർജിയുള്ള വ്യക്തിയുടെ ഫ്രണ്ട് സർക്കിൾ ഒരു ആർമി പോലെ ആയിരിക്കും. പ്രൊഡക്റ്റീവ് എനർജിയുടെ വൈബ്രേഷൻ ആയിരിക്കും ആ സർക്കിൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതാവണം മാസ്കുലിൻ മാൻ ആൻഡ് മാസ്കുലിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മാസ്കുലിൻ സെക്ഷുവൽ എനർജി ബാലൻസ് ചെയ്യാൻ പഠിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് ഫെമിനിൻ എനർജിയെ മനസ്സിലാക്കാനും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കൂ. അതായത് നിങ്ങളുടെ മാസ്കുലിൻ എനർജി ബാലൻസ് ആവുമ്പോഴാണ് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ഫെമിനിൻ എനർജി ബാലൻസ് ആവുന്നത്. ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ആവാം, റിലേഷൻഷിപ്പ് ആവാം, ഫാമിലി ആവാം, അങ്ങനെ ഫെമിനിറ്റി കണക്റ്റ് ആവുന്ന എന്തുമാവാം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനിയും ഇതുപോലെയുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. സുപ്പീരിയർ മെൻ ബിൽഡിംഗ് എന്ന ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാനും ഞങ്ങളുടെ ടീമുമായി കണക്റ്റ് ആവാനും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ ടൈം.